ബഹുമാനപ്പെട്ട ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അതാ മഹാനവരുകളെ കാലത്തൊരു പെണ്ണുണ്ടാടിരുന്നു. ആ പെണ്ണ് കാണാൻ നല്ല സുന്ദരിയായ പെണ്ണാണ്. ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു പെണ്ണ്, കാണാൻ നല്ല സുന്ദരിയായ പെണ്ണാണ്. ഒരിക്കൽ ഈ പെണ്ണെന്ത് ചെയ്യുന്നവരോ, തന്റെ ഭർത്താവിന്റെ മുന്നിൽ വന്നിട്ട് ചോദിച്ചു, എന്റെ സൗന്ദര്യം കണ്ടിട്ട് ചതിയിൽ പെട്ടുപോകാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലുണ്ട്, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു. വല്ലാത്തൊരു ചോദ്യമല്ലേ. എന്റെ സൗന്ദര്യം കണ്ടിട്ട് എന്റെ ചതിയിൽ പെട്ടുപോകാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഈ നാട്ടിലുണ്ട് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? വല്ലാത്തൊരു ചോദ്യം. അപ്പോ ഭർത്താവ് പറഞ്ഞു, മറ്റുള്ളവരെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ ഉറപ്പില്ല, പക്ഷേ എനിക്ക് പറയാൻ ഉറപ്പുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ നിന്റെ സൗന്ദര്യത്തിലേക്ക് നോക്കിയാലൊന്നും പെട്ടുപോകൂല. അതാരാ? അപ്പൊ പറഞ്ഞു, ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. സുബ്ഹാന ജല്ല ജലാലുഹു. ഇപ്പെണ്ണിനറിയാ ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ ഒരു കാലി പോലെയല്ല. ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ വലിയ ദീനീ ബോധമുള്ള ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനെ വശീകരിക്കണമെങ്കിൽ അതേ പർദ്ദ ധരിക്കാതെ പോയിട്ട് കാര്യമില്ല. ഉസ്താദുമാർ എപ്പോഴും പറയാറുണ്ട്, സ്വാലിഹീങ്ങളായ പുരുഷന്മാരെ വഴിതെറ്റിപ്പിക്കുന്നത് സ്വാലിഹാത്തുകളായ സ്ത്രീകളാണ്. അപ്പൊ അങ്ങനെ അപ്പൊ പർദ്ദ ധരിക്കാതെ പോയാലൊന്നും പഠിപ്പിക്കാൻ പറ്റൂല. എന്റെ ഭർത്താവിനോട് വാശി പിടിച്ചിട്ടാണ് ഞാൻ ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന തഖ്വയിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരനെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പൂർണ്ണമായും പർദ്ദ ധരിച്ചു, മുഖംമൂടി ധരിച്ചു, എന്നിട്ടാ പോകുന്നത്. ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അതാ ഇരിക്കുകയാണ്. ഈ പെൺകുട്ടി മുന്നിലെത്തിയ ഉടനെ മൂടിയ പർദ്ദയുടെ മൂടങ്ങ് തുറന്നു വെച്ചു. എന്നിട്ടൊരൊറ്റ ചോദ്യമാണ്, ചെറുപ്പക്കാരോ, ഓ ഉബൈദ് ഇബ്നു ഉമൈർ, ഈ സൗന്ദര്യമുള്ള ശരീരം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങളെ ചോദ്യം, അല്ല പെണ്ണേ, എനിക്ക് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ആ ചോദ്യങ്ങളാണ് ഏത് സമയത്തും തെറ്റിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള സമയത്ത് മുസ്ലിം ചെറുപ്പക്കാരുടെയും സഹോദരിമാരുടെയും കൽബിൽ കയറി വരേണ്ട ചോദ്യം. ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഈ പെണ്ണിനോട് പറയാണ്, അതാ നിന്നെ വേണോ വേണ്ടേ എന്ന് നമുക്ക് പിന്നെ നോക്കാം. എനിക്ക് നിന്നോട് ചോദിക്കാൻ ചില ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് മറുപടി കിട്ടിയോ പിന്നെ നിന്നെ വേണോ വേണ്ടേ എന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? ഓ പെണ്ണെ, റൂഹ് പിടിക്കാൻ വരുന്നൊരു മലക്കില്ലയോ? ആ മലക്കിന്റെ പേരല്ലേ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. ആ റൂഹ് പിടിക്കുന്ന മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം നിന്റെ അരികിൽ വന്നു നിൽക്കുമ്പോൾ നീ ഇതുപോലെ തെറ്റ് ചെയ്യണമെന്ന് കൊതിക്കുമോ? ഒന്നാമത്തെ ചോദ്യമാണത്. റൂഹ് പിടിക്കുന്ന മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം നിന്റെ മുന്നിൽ വന്നു നിൽക്കുമ്പോ ഇതുപോലെ തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമോ? ആ പെണ്ണിന്റെ മറുപടി ഇല്ല. എന്നാൽ രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ. അതാ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്യാനുണ്ട്. ആ ഖബറിൽ കൊണ്ടുപോയി മറവ് ചെയ്തു. അതേ ഖബറിൽ നിന്നോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി നിന്നെ ഖബറിൽ ഇരുത്താറുണ്ട്. ആ ഖബറിൽ എഴുന്നേറ്റിപ്പിച്ച് ചോദിക്കാൻ വേണ്ടി നിന്നെ ഇരുത്തുമ്പോ ഇതുപോലെ തെറ്റ് ചെയ്യണമെന്ന ചിന്ത നിന്റെ ഖൽബിൽ കയറിക്കൂടുമോ? ആ പെണ്ണിന്റെ മറുപടി ഇല്ല. എന്നാൽ മൂന്നാമതായി എനിക്ക് നിന്നോടൊന്ന് ചോദിക്കാനുണ്ട്. അതെന്താണെന്നറിയോ? നാളെ റബ്ബിന്റെ കോടതി എത്തിയാൽ ഒരു ഏടുണ്ട്. ആ ഏട്ടിലുള്ളത് എന്താണ്? ജീവിതകാലത്ത് മനുഷ്യൻ ചെയ്ത നന്മകളാണ് അതിലുള്ളത്. ജീവിതകാലത്ത് മനുഷ്യൻ ചെയ്ത തിന്മയാണ് അതിലുള്ളത്. ആ കിതാബിലേക്കൊന്ന് നോക്കിയിട്ട് റബ്ബിന്റെ കോടതിയിലെ ജനങ്ങൾ എവിടുന്ന് പറയും? ഖുർആൻ പറഞ്ഞില്ലേ, ഹാദൽ കിതാബി ലാ യുഗാദിറു സ്വഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ആരും കാണാതെ ഞാൻ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും
കിതാബിലുണ്ടല്ലോ. ഇത് വല്ലാത്ത കിതാബാണല്ലോ, ഒരു തെറ്റും മായ്ച്ച് കളയാൻ പറ്റാത്ത കിതാബാണ്. ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഈ പെൺകുട്ടിയോട് മൂന്നാമതായി ചോദിക്കുകയാണ്, അല്ലയോ പെണ്ണേ, റബ്ബിന്റെ കോടതിയിൽ നിന്റെ കയ്യിലെ കിതാബ് കിട്ടുമ്പോ നിനക്ക് ഈ തെറ്റ് ചെയ്യണമെന്ന് തോന്നുമോ? ആ പെൺകുട്ടി എവിടുന്ന് പറയുകയാണ്, ഇല്ല, എങ്ങനെയാണ് എനിക്ക് ഈ തെറ്റ് ചെയ്യാൻ തോന്നുക? പിന്നെ നാലാമതായ ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ ഈ പെണ്ണിനോട് ചോദിക്കുകയാണ്, അല്ല പെണ്ണേ, അത് അള്ളാന്റെ കോടതിയിൽ ഒരു സിറാത്ത് പാലമുണ്ടല്ലോ, ആ സിറാത്ത് പാലം നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതെങ്കിലും ഒരു ബ്രിഡ്ജ് പോലെയല്ലല്ലോ, വാളിനേക്കാൾ മൂർച്ചയുള്ള പാലമാണല്ലോ. മനുഷ്യ, തലയിലുള്ള മുടിയുണ്ടല്ലോ, ആ മുടിയേക്കാളും നേരിയ പാലമാണല്ലോ. ആ സിറാത്ത് പാലത്തിൽ വിട്ടുകിടക്കാനുണ്ടല്ലോ, പാലം വിട്ടുകിടന്ന് അങ്ങോട്ട് എത്തിയാൽ സ്വർഗമാണല്ലോ. അല്ലാതെ കാല് വെഴുതിയിട്ട് താഴോട്ട് വീണാലോ നരകത്തിന്റെ അടിത്തട്ടിലേക്കാണല്ലോ. ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങൾ ഈ പെണ്ണിനോട് ചോദിക്കുക, അല്ല പെണ്ണേ, നീ സിറാത്ത് പാലത്തിലൂടെ വിട്ടുകിടക്കുമ്പോ നിന്റെ മനസ്സിൽ തെറ്റ് ചെയ്യാൻ തോന്നാറുണ്ടോ? ചങ്കിൽ തറക്കുന്ന ചോദ്യമാണല്ലോ, കൽബിൽ കൊള്ളുന്ന ചോദ്യമാണല്ലോ. ഈ പെണ്ണവിടെന്ന് പറയാല്ലോ, ഇല്ല. എങ്ങനെയാണ് എനിക്ക് ആ സമയത്ത് തെറ്റ് ചെയ്യാൻ ചിന്ത വരുന്നത്? ഒരിക്കലും എനിക്ക് തെറ്റ് ചെയ്യാൻ എന്റെ കൽബിൽ ചിന്ത വരൂല്ല. ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യമുണ്ട്. മഹാനവരുകളെ പെണ്ണിനോട് ചോദിക്കുക, അല്ല പെണ്ണേ, റബ്ബിന്റെ കോടതിയിൽ ഒരു തുലാസ് ഉണ്ടല്ലോ, ആ തുലാസിന്റെ അരികിൽ നിന്നെ കൊണ്ടുവരുന്നു. നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത നന്മകളുണ്ടല്ലോ, ആ തുലാസിന്റെ ഒരു തട്ടിലെടുത്തു വെക്കാറുണ്ടല്ലോ. നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത തിന്മകളുണ്ടല്ലോ, ആ തെറ്റുകളെ മുഴുവനും തുലാസിന്റെ മറ്റേ തട്ടിലിട്ട് എടുത്തു വെക്കാറുണ്ടല്ലോ. ഏതിനാണ് അവിടെ കനം വർദ്ധിക്കുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ. നന്മയുടെ തട്ടിനാണോ തിന്മയുടെ തട്ടിനാണോ പറയാൻ കഴിയില്ലല്ലോ. ആ സമയത്ത് ഈ തെറ്റ് ചെയ്യണമെന്ന് നിന്റെ കൽബിൽ ചിന്ത വരാറുണ്ടോ? ഈ പെണ്ണിന്റെ അഞ്ചാമത്തെ ചോദ്യത്തിന് മറുപടി ഇല്ലല്ലോ, ഇല്ല. എങ്ങനെയാണ് എനിക്ക് ഈ തെറ്റ് ചെയ്യാൻ എന്റെ കൽബിൽ ചിന്ത വരുന്നത്? സുബ്ഹാനല്ലാഹ്. ഈ പെണ്ണിനോട് 5 ചോദ്യം ചെറുപ്പക്കാരനായ ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു 5 ചോദ്യം ചോദിച്ചപ്പോഴും തെറ്റ് ചെയ്യണമെന്ന് കരുതിയിട്ട് ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങളെ മുന്നിൽ വന്ന ഈ പെണ്ണിന്റെ മറുപടി ഇല്ല, കഴിയില്ല. ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേച്ച ഈ ഭർത്താവ് പറയുകയാ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ ഭാര്യ ഇബാദത്തിനോട് വലിയ താല്പര്യമുള്ള പെണ്ണായിരുന്നില്ല. പക്ഷേ ഉബൈദ് ഇബ്നു ഉമൈർ തങ്ങളുടെ 5 ഉപദേശം അങ്ങ് കേട്ടപ്പോ ഇന്ന് എന്റെ ഭാര്യയെ എനിക്ക് കിട്ടാറേ ഇല്ല. കാരണം ഏത് സമയത്തും ഭാര്യ നിസ്കാരത്തിലോ. എന്തേ കാരണം? എന്റെ ഭാര്യയുടെ കൽബിൽ ഖബറിനെ കുറിച്ചുള്ള ചിന്ത ഇരുന്നു പോയി, മരണത്തെ കുറിച്ചുള്ള ചിന്ത ഇരുന്നു പോയി, റൂഹ് പിടിക്കുന്ന മലക്കിന്റെ ചിന്ത ഇരുന്നു പോയി, മീസാനാകുന്ന തുലാസിന്റെ ചിന്ത ഇരുന്നു പോയി, 7 കിതാബിനെ കുറിച്ചുള്ള ചിന്ത ഇരുന്നു പോയി, സിറാത്ത് പാലത്തെ കുറിച്ചുള്ള ചിന്ത ഇരുന്നു പോയി. ഈ ചിന്തയാണ് നമ്മുടെ കൽബിൽ കയറി കൂടേണ്ടത്. ഈ ചിന്ത നമ്മുടെ കൽബിൽ കയറി കൂടിയോ ചെറുപ്പക്കാരാ, ഒരു തെറ്റിലും അകപ്പെട്ടു പോകൂലോ.